चतुर नार करके सिंगार, मेरे मन के द्वार ये घुसत जात, हम मरत जात पर चतुर नार करके सिंगार। परिसा गग गरिसा गरिसा गरपा पदसरी गरिसा गरपा मगरि चतुर नार करके सिंगार. ഗംഭീരമായിട്ടാണ്. ആ എനർജി ഭയങ്കര. ഈ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? നമസ്കാരം. ലൈഫ് സ്റ്റോറീസ് വിത്ത് ടോണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇത് പതിവ് പോലെയുള്ളൊരു എപ്പിസോഡല്ല. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതിയ സംഗീത കൂട്ടായ്മയുടെ കാലമാണെന്ന് പറയുന്നത്. നമ്മുടെ കൂടെ ഒപ്പമുള്ളത് മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയനായ സംഗീത സംവിധായകൻ ബേണിച്ചേട്ടനാണ്. ബേണി ഇഗ്നേഷ്യസ് കോംബോയിലെ ബേണിച്ചേട്ടൻ്റെ പുതിയൊരു ബാൻഡ് വരുന്നു. ആ ബാൻഡിൻ്റെ പേര് ബേണീസ് ഗ്ലോബൽ ഗ്രൂസ്. ബേണീസ് ഗ്ലോബൽ ഗ്രൂസ് പുതിയൊരു ബാൻഡിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ബാൻഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മന്നാഡേയും കിഷോർ കുമാറും കൂടി ചേർന്ന് പാടിയ ഒരു അസാധ്യമായ ഒരു പാട്ട് ബേണിച്ചേട്ടനും മകൻ ടാൻസനും കൂടി ചേർന്ന് പാടി വൈറലായിരുന്നു. അപ്പം ഈ ബാൻഡിൻ്റെ പുതിയ വിശേഷങ്ങൾ, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ബേണിച്ചേട്ടനിൽ നേരിട്ടറിയാം. ബേണിച്ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്തു. സ്വാഗതം. ബേണിച്ചേട്ടൻ്റെ ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. ഞാൻ കണ്ടു, ഭയങ്കര ത്രസിച്ചു. പാട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഞങ്ങള് ലോഞ്ചിൽ 15 പാട്ട് പാടി. അതെ, 15 വ്യത്യസ്തങ്ങളായ പാട്ടുകളാണ്. ഓരോന്നോരോന്നായിട്ട് ഇറങ്ങാൻ പോകുന്നുള്ളൂ. അപ്പൊ ശരിക്കും ഈ നമ്മൾ സംഗീത സംവിധാന രംഗത്ത് നിന്നും വേറെ ഒരു വ്യത്യസ്തമായ അനുഭവം ഫീൽ ചെയ്യിക്കുന്ന ബേണിച്ചേട്ടനെയാണ് ഇപ്പൊ കാണുന്നത്. ശരിക്കും ഇതാണോ യഥാർത്ഥ ബേണി? നേരത്തെ ഉള്ളതെന്ന് വ്യത്യസ്തമായ പുതിയ എന്തൊക്കെയാണ് ഇനി വരാൻ പോണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സംഭവം വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അതെ, അതിങ്ങനെ കാലക്രമേണ അങ്ങനെ വന്നു. ഞങ്ങൾക്ക് എൻ്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ ഇവര് പോലെ നമുക്ക് 10 പേരുണ്ട്. അതെ, ആ 10 പേരും എക്സ്പേർട്സിന്റെ അങ്ങേറ്റത്തെ എക്സ്പേർട്ട്. ഇയാൾ എൻ്റെ സ്റ്റുഡന്റും കൂടിയാണ്. അത് ഡ്രമ്മറാണ്, പക്ഷെ എൻ്റെ വോക്കൽ സ്റ്റുഡൻ്റ് ആണ്. ഹിന്ദുസ്ഥാനി വോക്കൽ സ്റ്റുഡൻ്റ് ആണ് രോഹിത്. ഇയാളെ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 തബലിസ്റ്റ് എന്ന് വിളിക്കാം. ഷാർജയിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് നദീം, ഗുലാം അലി സാഹിബിന്റെ. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ, ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഗസൽ സ്റ്റൈൽ തബലിസ്റ്റുകളിൽ ഏറ്റവും നമ്പർ 1 എന്ന് പറയാം. അദ്ദേഹത്തിന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല, എനിക്ക് ഈ ബാൻഡിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ക്രിയേറ്റീവ് ടാലന്റ് ഉണ്ടാക്കണം. അതിൽ ഏറ്റവും ഒരു വലിയൊരു ഇന്റർനാഷണൽ സംഭവം ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. കഴിഞ്ഞ ലോഞ്ചിൽ ഒരു പ്യുവർ ഗസൽ ഇദ്ദേഹം സംഗീതം ചെയ്ത് എൻ്റെ മകൻ കീർത്തൻ, രണ്ടാമത്തെ മകൻ ടാൻസന്റെ അനിയൻ പാടി. അതും വൈറലാവും ഉടനെ തന്നെ. അപ്പൊ ജിത്തു ഉമ്മൻ തോമസ് എന്നാണ് വിളിക്കുന്നത്. ഇനി 2 പേരുണ്ട്. ഇയാള് എൻ്റെ സീനിയർ മോസ്റ്റ് സ്റ്റുഡൻ്റ് ആണ്, വോക്കൽ, ഹിന്ദുസ്ഥാനി വോക്കൽ. അന്ന് കരുതി ഞാൻ 6ാമത്തെ വർഷമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അഖിൽ ഭാരതീയ ഗാന്ധർവ മഹാവിദ്യാലയ മണ്ഡൽ, ഇന്ത്യയിലെ നമ്പർ 1 ഹിന്ദുസ്ഥാനി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പൊ അതിലെ 6ാമത്തെ വർഷമാണ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത്. പക്ഷെ 5 വർഷവും പഠിച്ചത് ബോംബെയിലാണ്. അവിടെ ജനിച്ചു വളർന്നു. അതിന്റെ ഒരു കൾച്ചർ ഉണ്ട്. ഇത് എന്റെ മോള് തന്നെയാണ്. ഇയാള് ഗായികയുമാണ്, പാടിയിരുന്നു. പാടുകയും വയലും വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇതിന്റെ അകത്തും വയലും വായിക്കലും പാടലുണ്ട്. അന്ന് നമ്മൾ അവിടെ വെച്ച് പ്രൊഡിജി എന്ന് പറഞ്ഞൊരു സംസാരം ഉണ്ടായി. ആരെ പറ്റി? ടാൻസന്റെ നമ്മുടെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജനറേഷനിലേക്ക് മാറി വരുമ്പോൾ പലരും ഈ കല ജനറേഷനിൽ പിന്നാലെ കിട്ടാറില്ല കുട്ടികൾക്ക്. ഇത് കറക്റ്റ് പ്രൊഡിജി ആണെന്ന് പറഞ്ഞ് അന്ന് ടാൻസന്റെ കാര്യം പറഞ്ഞിട്ട് വേണിച്ചേട്ടനെ കുറിച്ച് ഞങ്ങൾ ഇന്ന് ഡിസ്കഷൻ ഉണ്ടായിരുന്നു, പ്രോഗ്രാം ചെയ്ത സമയത്ത് ഞാൻ ഓർക്കുന്നത്. അത് കൃത്യമായിട്ട് എല്ലാ മക്കളും ഇതേപോലെ സംഗീതത്തിന്റെ അതൊരു വലിയ അസുലഭ ഭാഗ്യമാണ്. രണ്ടാമത്തെ ആള് ഇതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ അയാള് ബോംബെയിലെ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണതിന്റെ പേരില് ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഇവിടെ വന്നിട്ട് നമ്മുടെ കൂടെ കൂടാറുണ്ട്. കൂടാണ്ട് നമ്മുടെ ഉമ്പായി സ്ഥാപനം ഉണ്ടല്ലോ, സമീറാണ്. സമീറും ഇങ്ങോരുമാണ് ബാക്ക് ബോൺ എന്ന് പറയുന്നത്. പിന്നെ ഇവരെല്ലാരും അതെ. പിന്നെ അഞ്ജു ജോസഫ്, ഗായിക അഞ്ജു ജോസഫ്, എന്റെ സ്റ്റുഡന്റ് ആണ്. അഞ്ജു ജോസഫും ഇവർ 3 പേരുമാണ് പാടുന്നത്. ബാൻഡിൽ അഞ്ജു ഉണ്ടല്ലേ? അഞ്ജു അപ്പൊ തന്നെ അതൊരു വേറെ ലെവലിലേക്ക് പോയി. അതേപോലെ എൽവിസ് ആന്റണി എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ നമ്പർ 1 വയലിനിസ്റ്റ്, കൊച്ചിൻ സ്ട്രിങ്സിന്റെ ലീഡർ വയലിനിസ്റ്റ് ആണ്. ഹെറാൾഡിന്റെ മകൻ എൽവിസ് ആന്റണി, അദ്ദേഹമാണ് മെയിൻ കീബോർഡിസ്റ്റ്. സബ് കീബോർഡിസ്റ്റുകളാണ് ടാൻസനും കീർത്തനും ഒക്കെ. പിന്നെ ജെയിംസ് ബേസ് ഗിറ്റാർ.
ഈ പുതിയ കാലഘട്ടവുമായിട്ട് മാറി നിൽക്കുന്ന ഇപ്പൊ റാപ്പുകളുടെയും ഈ ഹിപ്പ് ഹോപ്പ് പാട്ടുകളുടെ ഒക്കെ ഒരു കാലമാണ്. അതിൽ ഈ ബാൻഡിനെ എവിടെ പ്ലേസ് ചെയ്യാനാണ് വേണിച്ചേട്ടൻ മനസ്സിൽ കാണുന്നത്? അല്ല, നമ്മൾക്കൊരിക്കലും ഈ റാപ്പ് മാത്രമായിട്ട് പോകാൻ താല്പര്യമില്ല. എന്നിരുന്ന് ഒരു താളവും ശ്രുതിയും ഭാവവും ഒക്കെ ഉള്ള എല്ലാ സംഗീതവും തന്നെ. പക്ഷെ നമ്മളുടെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഗാധിഷ്ഠിതമായിട്ടുള്ള പാട്ടുകൾക്ക് മുൻതൂക്കം കൊടുക്കുക. എന്നിരുന്ന് ഒരു കച്ചേരി അവതരിപ്പിക്കുക എന്ന അർത്ഥത്തിലല്ല. ജനപ്രിയ രാഗങ്ങൾ, ജനപ്രിയമായിട്ടുള്ള ചില ക്ലാസിക്കൽ പീസസ്, സെമി ക്ലാസിക്കൽ പീസസ്, അതിനോട് ചേർന്നുകൊണ്ട് തന്നെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഫിലിം സോങ്സ്, പിന്നെ ഞങ്ങൾ തന്നെ അതിൻ്റെ ഇടയിൽ കൂടി കമ്പോസ് ചെയ്യുന്ന ചില പ്രതീക്ഷിക്കാത്ത ചില മ്യൂസിക്കൽ നോട്ടുകൾ, ഇതെല്ലാം കൂടി ചേർന്നപ്പോഴത്തേക്കും അതിനൊരു പ്രത്യേകത, അത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളത്. ഇതിനേതായാലും ഒരു ടൈപ്പ്, വേറെ ഒരു ടൈപ്പോഗ്രാം, ഒരു പ്രോട്ടോടൈപ്പ് പോലെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഈ ബാൻഡിന്റെ ഒരു സിമിലർ നേച്ചറിൽ വരുന്നത് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? ഇതേപോലത്തെ വേറൊരെണ്ണം എനിക്കൊരു സംശയം തോന്നി. സിംഗിന്റെ ജെറിമാഷിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് വേറൊരു ഞാനവിടെ വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതില് പുള്ളിയുടെ പാട്ടുകൾ വയലിൽ വായിക്കുന്ന സാധനം അവർ വായ കൊണ്ട് പാടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതങ്ങനെയല്ല കമ്പോസിഷൻ തന്നെ. ഇപ്പൊ ഇയാൾ കമ്പോസ് ചെയ്യാൻ പോകുന്നൊരു ജനങ്ങളിലേക്ക് എത്താൻ പോകുന്നൊരു സംഭവമുണ്ട്. അത് നമ്മള് ഒരു ലിമിറ്റേഷൻ ഇല്ല. ഏതൊക്കെ ലാംഗ്വേജ് വേണം, ഏതൊക്കെ കൾച്ചർ വേണം, ഏതൊക്കെ സ്റ്റൈൽ ഓഫ് മ്യൂസിക് വേണം, എല്ലാം ചേർന്നൊരു പാട്ടായിരിക്കും. അങ്ങനെ ഒരു ക്രിയേറ്റീവ് ഇന്നോവേഷനാണ്. വേറെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, പക്ഷെ എന്റെ അറിവിലില്ല. അല്ല, ഈ ഗ്ലോബൽ ഞങ്ങൾ തന്നെ ഇപ്പൊ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു രാഗം എടുത്തന്നെ ആ രാഗത്തിൽ ഇതുപോലെ ആദ്യം കുറച്ച് ക്ലാസിക്കൽ ടൈപ്പ് തുടങ്ങി വെച്ചിട്ട് അത് ലൈറ്റ് ആയിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല എപ്പോഴും ജഗവസാനം ഉണ്ടാവും. അത് ഒരു മെഡലി കഴിഞ്ഞാൽ പിന്നെ വേറൊരു രാഗത്തിലെടുത്ത് അങ്ങനെ 2, 3, 4 ഉണ്ടാവും. പിന്നെ കൂടാണ്ട് നേരത്തെ പറഞ്ഞ പോലത്തെ ചതുർനാറ് പോലെ ചതുർനാറ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു കോമഡി പാട്ടല്ല. അതിന്റെ ഒരു പാട് അത് വെറും കോമഡി പാട്ട് മാത്രമല്ല, ഒരു സെമി ക്ലാസിക്കൽ, ഒരു രാഗാധിഷ്ഠിതമായിട്ടുള്ള പാട്ടാണ്. അപ്പൊ അതിന് രണ്ടിന്റെയും വാല്യൂഷൻ. കോമഡി എടുക്കാൻ കാരണം കോമഡി എന്ന സാധനം പണ്ടോ 30, 40 വർഷം മുമ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഇല്ല. ഇപ്പൊ കോമഡി ഇല്ല, ആ കോമഡി ഇല്ല, സെമി ക്ലാസിക്കലും ഇല്ല. രണ്ടും കൂടി ചേർന്ന ഒരു പുതിയൊരു സാധനം, പഴയത് തന്നെ പുതിയതാക്കി അവതരിപ്പിച്ചു. ഓക്കെ, നമുക്കതൊന്ന് എല്ലാവരും കൂടെ एक चतुर नार करके सिंगा, एक चतुर नार करके सिंगा, मेरे मन के द्वार ये घुसत जात, हम मरत जात अरे चतुर नार करके सिंगा, परिसा गग गरिसा गरिसा गलपा पदसरी गरिसा गलपा मगरी चतुर नार करके सिंगा. ഗംഭീരമായിട്ടാണ് ആ എനർജി. ഭയങ്കര. ഈ എനർജി എവിടുന്നാ കിട്ടുന്നത്? ഒരു പാട്ടിന് എന്താണ് ആവശ്യം അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ല, പക്ഷേ സംഗീത സംവിധായകനായിരിക്കുന്ന ആൾക്കാണ് എപ്പോഴും പാട്ടുകാരെ കൊണ്ടുവരാൻ കഴിവുള്ളത്, പാട്ടുകാരെ പാടിക്കാൻ പറ്റുന്നത്. ഇത്രയും ഗംഭീരമായിട്ട് പാടുന്ന വേണിച്ചേട്ടൻ എന്തുകൊണ്ട് പാടിയില്ല നേരത്തെ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാട്ടുകാരനായിട്ടാണ് ജനിച്ചത്. ഒരു 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സിലൊക്കെ ഞാൻ പുറത്ത് പാടുമായിരുന്നു. പള്ളിയിൽ മാത്രമല്ല, നാടകത്തിനും ഗാനങ്ങളൊക്കെ പാടുമായിരുന്നു. ഒരു 15 വയസ്സ് കഴിയുമ്പോഴത്തേക്കും പിന്നെ പാട്ട് നിർത്തേണ്ടി വന്നു. അതെന്ന് വെച്ചാൽ ശബ്ദത്തിന് നീരിറക്കം എന്തൊക്കെയോ പറഞ്ഞിട്ട് എനിക്ക് പാടാൻ പറ്റണില്ല. പാടുമ്പോ വേറൊരു കാര്യമുണ്ട്, സംഗീതം പഠിച്ചിരുന്ന ഒരാൾ ആ സമയത്ത് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ പിച്ച് മാറുന്ന അനുസരിച്ചിട്ടേ പിച്ച് മാറുമ്പോ എനിക്ക് എന്റെ പോയി എന്റെ കാര്യം പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനാണ് നിർത്തി പിന്നെ ഇൻസ്ട്രുമെന്റിലോട്ടായി. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത് തന്നെ പാട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന മഹാനാണ് ഇയാള്. ചരിത്രം പറയാം. ജനറേഷൻ ഡിഫറൻസ് ഉണ്ടല്ലോ. ഒരു റെക്കോർഡിങ്ങിന് പോയ സമയത്ത് ഞാൻ KSF ജീവനക്കാരൻ കൂടിയായിരുന്നല്ലോ. ഇപ്പൊ ഇല്ല. അല്ല, അതിനുള്ള കാരണം ആദ്യത്തെ കാരണക്കാരൻ കീർത്തനാണ്. കീർത്തനാണ് ഞങ്ങളുടെ പാട്ടുകളൊക്കെ പ്രോഗ്രാമിങ് ചെയ്യുന്നത്. അപ്പൊ അപ്പുറത്തെ മുറിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പ്രോഗ്രാം നടത്തി. ഇപ്പൊ ഞാൻ പറഞ്ഞടാ നീ ആ പാട്ട് കൊണ്ട് പാടിയത്. അയ്യോ, എനിക്ക് പാട്ട് ഞാൻ പഠിച്ചിട്ടില്ല, അപ്പച്ചനെ തന്നെ പാടുന്നത്. അങ്ങനെ എനിക്ക് പാടാൻ നിർബന്ധിതനായി. അപ്പൊ വെറുതെ ടക്കടക്കാണ് പാടിയെ തീർത്തു. ഇത് കേട്ടിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല. ഇയാള് തബല വായിക്കാൻ വന്നിരുന്നത്.
അപ്പൊ അന്നാണ് ഞാൻ ഡീറ്റെയിൽ ഇതിനു മുമ്പ് മുംബൈ സാബിന്റെ കൂടെ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അൽസാജ് ട്രിവാൻഡ്രം. അപ്പൊ അന്ന് സാറ് ആ സോങ് ഞാനും എന്റെ ഫാദറും കൂടെ ഇത് കേട്ടപ്പോ നമ്മള് അപ്പഴേ ഞാൻ എന്താ ഞെട്ടിപ്പോയത്. ഓ സാറ് പാടി ഇങ്ങനൊക്കെ പാടുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് ഈ റെക്കോർഡിങ്ങിന് പോയ സമയത്ത് ഭയങ്കര മെലഡിയും ഭയങ്കര സോൾഫുള്ളും. അങ്ങനെ നേരെ നമ്മുടെ മുംബൈ സാറിന്റെ മോഹന് നടത്തിക്കൊണ്ട് പോകണം. സമീർക്കാരൻ്റെ അടുത്തോട്ട് പോയി ഞാൻ പറഞ്ഞു, ഇക്ക ബേണി സാർ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല, എന്താ സൂപ്പർ സിംഗറാണ്. അത് ഗംഭീരമായിട്ട് ഇത്രയും നാളെ സമീർ എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് അപ്പോഴത്തേക്കും പറഞ്ഞു ഇങ്ങനെ ഇതാണ് വേണിച്ചേട്ടൻ പുറകോട്ട് വലിയരുത്, നമ്മൾ വേണിച്ചേട്ടനെ വെച്ചിട്ടൊരു പ്രോഗ്രാം നടത്താൻ പോവാണ്, പാട്ട് വേണിച്ചേട്ടൻ മെയിനായിട്ട് പാടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ കുറെ നാളെ 10-40 വർഷമായി പാടിയാൽ എങ്ങനെ ശരിയാവും, അതൊന്നുമില്ല ഒക്കെ ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് പുറകോട്ട് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ ഒരു കാര്യം പറയാം, ആ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കുറെ സിനിമാ പാട്ട് ഇങ്ങനെ ഗാനമുള്ള പോലെ പാടി അങ്ങനത്തെ പാട്ട് പറ്റില്ല. നമ്മൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതമാണ്. ഹിന്ദുസ്ഥാനി ആയിക്കോട്ടെ കർണാട്ടിക് ആയിക്കോട്ടെ, കർണാട്ടിക് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ രാഗത്തെ ബേസ് ചെയ്തിട്ട് ആ രാഗം ജനങ്ങളിലേക്ക് എത്തുന്ന വിധത്തിൽ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാം. ലളിതമായിട്ട് ചെയ്താൽ മതി, അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പെട്ട് കീർത്തനമൊന്നും പാടേണ്ട ആവശ്യമൊന്നുമില്ല. സിനിമാ പാട്ടിലൂടെ അല്ലെ ലളിതഗാനത്തിലൂടെ ഒരു രാഗം അത് ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തടുത്ത് ഇങ്ങനെ വന്നൊരു 3-4 രാഗം, ഞാനത് വർക്ക്ഷോപ്പ് നടത്തുമ്പോഴേ എനിക്ക് അറിയാവുന്നതാണ്. അപ്പൊ ആ രാഗം ആളുകളുടെ മനസ്സിൽ കയറും. സംഗീതം കുറച്ചെങ്കിലും ഉള്ള ഒരാൾക്ക് കൂടെ ഇതാണ് യമൻ, ഇതാണ് ദർബാരി എന്നും മനസ്സിലാവും. അപ്പൊ ആ ഒരു നിയോഗം എനിക്ക് അതായി. അപ്പൊ ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള അത് നല്ല കാര്യം. അപ്പൊ പറഞ്ഞും പാടിയും പകർന്നും ഇങ്ങനൊരു ഞാനുണ്ടായ കീർത്തനം ഉണ്ടായി. സോങ്സ് നമ്മളിപ്പോ എടുക്കുന്ന ഒരു രാഗം ഫോർ എക്സാമ്പിൾ യമൻ ആണെങ്കിൽ ആ രാഗത്തിന്റെ അണ്ടറിൽ വരുന്ന കുറെ പാട്ടുകളുണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക ഗ്ലിംസസ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയായിരുന്നു. മെഡ്ലി ആയിട്ട് മാറും. അത് നമ്മുടെ ഈ ഒരു KJ ചക്രപാണി ഞാൻ ഈ ബാൻഡിൽ ചെയ്യണ പോലെ അല്ല, അത് രാഗത്തില് പറഞ്ഞിട്ടാണ് ചെയ്യണത്. പഠിപ്പിക്കലും കൂടിയാണ്. അതൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിന് മക്കളും ഉണ്ട്, എല്ലാരും ഉണ്ട്. ഇയാള് വന്നത് ഓൾഡ് ഈസ് ഗോൾഡിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്കൊരു ഗ്യാങ് ഉള്ളതിന്റെ പേരിൽ എന്റെ ഇതില് ചേട്ടന്റെ മകൻ സുബിനും ഉണ്ടാവും. സുബിനാണ് മലയാളി പെണ്ണയൊക്കെ പാടിയേക്കണത്, കാര്യസ്ഥനിലെ മലയാളി പെണ്ണെ. ഞങ്ങളുടെ ചെറുപ്പത്തിലുള്ള കുട്ടികളുടെ പാട്ടിലൊക്കെ സുബിന പാടിയിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഗ്യാങ്ങിൽ ഇങ്ങനെ പോകും, വൈഫും ഉണ്ടാവും. അങ്ങനെ ഒരു രസമായിരുന്നത്. കുറെ പാട്ട് പരിപാടി നടത്തി. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ടപ്പോഴത്തേക്കുമാണ് പിന്നെ ഇങ്ങനെ ഈ ബാൻഡിലേക്ക് വന്നത്. അവിടെ അല്ല, നമ്മുടെ എറണാകുളത്തൊക്കെ ചെയ്തിട്ടുണ്ട് പലയിടത്തും. പിന്നെ ഷഡ്കാല ഗോവിന്ദന്മാരാണ്. മെയിൻ ഒരു റീസൺ വെച്ചാല് സാർ ഈ ചേട്ടൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ സാറ് തരുന്ന ഒരു എനർജി ഉണ്ട്. സാറ് ഇങ്ങനെ ഡൗൺ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഡൗൺ ആയിട്ട്. കാരണം ഇവൻ അറ്റ് ദ ടൈം ഓഫ് ലോഞ്ച് നമ്മളൊക്കെ ടയർഡ് ആവുന്നത് സാറ് അതേ എനർജിയിലേക്ക് കീപ്പപ്പ് ചെയ്താ പോകുന്നത്. അതാണ് നമുക്ക് ഒരു ഇവരെല്ലാം ഈ ബാക്കി 10 പേരും സൂപ്പർ ആൾക്കാരാണ്. അതിന്റെ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അല്ല, എനർജി പാക്ഡ് ആയിട്ടുള്ള ഒരു പാട്ടുകൂടെ കേൾക്കാൻ കൊള്ളുന്നുണ്ട്. ഒരു സംഗതി കൂടെ ഒന്ന് ആലോചിക്കാം. പാടേണ്ട ഒരു പാട്ടുണ്ട്, അത് ഓർക്കേണ്ട ഒരു സംഗീത സംവിധാനം ഉണ്ട് നമ്മുടെ മലയാളത്തില്. മലയാളി അല്ലെങ്കിലും മലയാളിയായ മനസ്സിലായി. അദ്ദേഹത്തെ നമുക്ക് ഒരു കാലത്ത് നമുക്ക് മലയാളികൾക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ജന്മശതാബ്ദി കൂടിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെ കൊടുക്കും? ഏതെങ്കിലും ഒരു പാട്ടെടുത്ത് മലയാളത്തിൽ പാടിയ പാട്ടെടുത്ത് പാടുന്നതിൽ കാര്യമില്ല, എല്ലാ ഗാനങ്ങളക്കാരും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഫോക്ക് സോങ്, വളരെ പഴയ ഒരു ഫോക്ക് സോങ് സലിൽദ റെക്കോർഡ് ചെയ്തത്. സലിൽദയുടെ വൈഫ് ധബിത ചൗധരി പാടി അദ്ദേഹം സംഗീതം ചെയ്തൊരു പാട്ട് കിട്ടിയത്. അതിന്റെ ഓർക്കസ്ട്രേഷന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഐറിഷ് മ്യൂസിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐറിഷ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് ഇദ്ദേഹം തന്നെ, പക്ഷെ സ്റ്റൈല് ഐറിഷ്. അതൊന്ന് അതിന്റെ ചരണങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് നമുക്ക് എല്ലാം ബംഗാളി ഭാഷയിൽ പാടുന്നതിൽ അർത്ഥമില്ല. പല്ലവി മാത്രം ബംഗാളി പാടിയിട്ട് ആദ്യത്തെ ചരണം, ഫസ്റ്റ് ചരണം, അനുപല്ലവി ചരണം എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഫസ്റ്റ് ചരണം, സെക്കൻഡ് ചരണം ഒരേപോലെ ഇരിക്കണ പേര്. അപ്പൊ ഫസ്റ്റ് ചരണം മലയാളത്തിലേക്ക് ആക്കുക, സെയിം ട്യൂൺ, സരിതയുടെ ട്യൂൺ തന്നെ. പിന്നെ സെക്കൻഡ് ചരണം ഹിന്ദിയിൽ. ഫസ്റ്റ് ചരണം എഴുതിയിരിക്കുന്നത് എൻ്റെ സ്റ്റുഡൻറ്റ് ജയശ്രീ. ഒരു തമിഴും മലയാളവും എല്ലാം ഈ അസറായിട്ട് എഴുതും. ട്യൂണിലും എഴുതും, അല്ലാതെ എഴുതും, കവിത എഴുതും. പിന്നെ
എന്നെ സംഗീതം പഠിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്ന വിജയ് സേനൻ സാറ്, അദ്ദേഹം ഒരു 4-5 ഭാഷ അനായാസേന കൈകാര്യം ചെയ്യണം. കവിത ആയിക്കോട്ടെ, ഗസലായിക്കോട്ടെ, ഏത് ടൈപ്പ് പാട്ടും. നാളെ അദ്ദേഹത്തിൻ്റെ ഒരു കച്ചേരി നടത്തുന്നുണ്ട്, ഞാനാണ് പോകുന്നത്. അപ്പം അങ്ങനെ ആളുകളൊക്കെ നമുക്ക് സ്വന്തം ഉള്ളപ്പോഴത്തേക്കും നമുക്ക് ആരെ കൊണ്ട് എഴുതിക്കും, എത്ര പൈസ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അവരെല്ലാം നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ ആ പാട്ട് റെഡിയായി. പിന്നെ ഇവര് അഞ്ജുവും സെറീനും ലക്ഷ്മിയും കൂടി അത് ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് നമുക്കൊന്ന് ഒരു പകുതി കേൾക്കാം. എല്ലാ വെറൈറ്റികളും പലതും മിക്സ് ചെയ്തെടുക്കുന്നത് അല്ലേ? പല പല അതെ, നമുക്ക് എന്തെങ്കിലും ഒരു പാട്ടിന്റെ ഒരു ലൈൻ കിട്ടിയാൽ പിന്നെ ബാക്കി നമ്മുടെ ക്രിയേഷൻ, എന്നാലും നമ്മുടേതായിട്ടുള്ള സ്വന്തം ആവുള്ളൂ. എന്തൊക്കെയാ വേറെ എന്താ രസക്കൂട്ടുകൾ ഇതിന്റെ ഈ ബാൻഡിന്റെ പ്രത്യേക രസക്കൂട്ടുകൾ എന്തൊക്കെയാണുള്ളത്? എന്റർടൈൻമെന്റിനേക്കാൾ ഉപരി ഇൻഫോർടൈൻമെന്റ് എന്ന് പറഞ്ഞ വേർഡ്, ഇൻഫർമേഷനിന് അപ്പൊ അതിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാനി ബേസ്ഡ് ആയിട്ടുള്ള സോങ്സ് അല്ലെങ്കിൽ കർണാട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള സോങ്സ് അത് മാത്രമല്ല ബാക്കിയുള്ള സോങ്സ്, പക്ഷെ അതിനെ ആൾക്കാരിലേക്ക് എത്തിക്കും. ജസ്റ്റ് പാട്ട് മാത്രമായിട്ടുള്ള അതിന്റെ മുകളിലൊരു ഇൻഫർമേഷൻ. അതിപ്പം എന്ത് വാർത്തും ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ച് നെറേറ്റീവ് ഓറിയന്റഡ് ആയിട്ടാണ്. നെറേറ്റീവ് ഓറിയന്റഡ് ആണ്. സരിത അതിനെ കുറിച്ച് പറഞ്ഞു, ആ ഡീറ്റെയിൽസ്, വേറെ കുറച്ച് രാഗങ്ങളുടെ ഡീറ്റെയിൽസ് വരും ചിലപ്പോൾ അങ്ങനെ. പിന്നെ വേറെ ബാൻഡിലായിട്ട് നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഒച്ചപ്പാടും ബഹളവും ഇല്ല, സൈലന്റ് കില്ലേഴ്സ് എന്നൊക്കെ പറയുന്നത്. സൈലന്റ് ആയിട്ട് നമ്മൾ എന്താ പറയാ, അധികം ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ മ്യൂസിക്കലി പോയി ആൾക്കാരെ എന്റർടൈൻ ചെയ്ത്. പാട്ടിനാണോ ഇൻസ്ട്രുമെന്റിനാണോ കൂടുതൽ പ്രാധാന്യം വരുന്നത്? ബാലൻസ് ചെയ്ത് തന്നെ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇന്ന സ്ഥലത്ത് ഒരു പ്രോഗ്രാം നടത്തണം, അവർക്ക് ഇന്ന മാതിരി 1-2 പാട്ട് കേൾക്കണം, ഓക്കെ ഞങ്ങൾ റെഡിയാണ്. അതെ, അത് എന്തുവേണം നമ്മൾ ഫ്ലെക്സിബിൾ ആണ്. നമ്മുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു സോങ് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പം അത് ആ ഒറിജിനൽ സംഭവം തന്നെയല്ല, പക്ഷെ ആ പാട്ടിനകത്ത് നമ്മൾ എന്താ മനസ്സിലാക്കിയേക്കുന്നത്, നമ്മുടെ ഒരു മൈൻഡും എല്ലാവരുടെ ഒരു എന്താ സിങ്ക്രണൈസേഷൻ, ഹാർമണി എന്നൊക്കെ പറയുന്ന ഒരു മൂഡിലാണ് അല്ലേ? എന്നുവെച്ചാൽ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് അല്ല. ഇപ്പൊ ഒരു സോങ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വേറെ ചിലപ്പം ലാറ്റിൻ ആയിരിക്കും, ബ്ലൂസ് ആയിരിക്കും, അത് അങ്ങനത്തെ. ഞങ്ങൾ ഇംഗ്ലീഷൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, വെസ്റ്റേൺ മിക്സും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നേരത്തെ ചോദിച്ചല്ലോ റാപ്പിന്റെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഇപ്പം റിയാലിറ്റി ഷോയിലുള്ള കുട്ടികളായാലും ബാക്കി കവേഴ്സ് ചെയ്യുന്ന ആൾക്കാരായാലും അവരെല്ലാവരും റാപ്പ് എടുത്തെല്ലാം കവർ ചെയ്ത് പഴയ മെലഡീസ് ഒക്കെ എടുത്തിട്ട് നമ്മളെ ലോഞ്ച് പ്രോഗ്രാമിന് തന്നെ കഥയിലെ രാജകുമാരന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള റിഫ് ഗിറ്റാറിൽ വന്നപ്പോ തന്നെ കയ്യടിയായിരുന്നു. വേറെ പാട്ട് പോലും എത്തിയില്ല. ഒരു പർട്ടിക്കുലർ ഒരു താളമുണ്ട്, 1 2 3 4 5 6 1 2 6 8 എന്ന് പറഞ്ഞാൽ അതിന്റെ പല പല സ്പീഡിലുള്ള പാട്ടുകളെല്ലാം കൂടി കൂട്ടിയിട്ട് ആളുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ കതിരാജവന്മാരും വരും, കറുത്ത പെണ്ണ് വരും, മാനം തെളിഞ്ഞ വരും, തെച്ചിപ്പ് വരും, എല്ലാം ഒറ്റ താളമാണ്, ഒറ്റ താളത്തിൽ. പക്ഷെ പല പല സ്വഭാവം ഉണ്ടാവും അതിൻ്റെ അകത്ത്, ഓരോ താളമാണെങ്കിലും.
അതെല്ലാം കൂടി ചേർത്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കര രസമായിരുന്നു. അതെ അതെ അതെ. പിന്നെ ഇയാൾ ഒരു ഐഡിയ പറഞ്ഞത് ഒരു രാഗം എടുത്ത് ആബേരി ബീംബ്ലാസി രാഗം എടുത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ള രാഗമാണ്. താമസമെന്തേ മുതലാണ് കള്ളിപ്പൂങ്കുയിലെ ആവണിപ്പൊന്നുഞ്ഞാൽ ഒക്കെ അതിൻ്റെ അകത്ത് സെയിം രാഗമാണ്. പക്ഷെ വേറെ വേറെ ക്യാരക്ടേഴ്സ് മൂഡാണ്. വേറെ അവസാനത്തെ എ ആർ റഹ്മാന്റെ കണ്ണോട് കാണുന്നതെല്ലാം അതെല്ലാം ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുതന്നെ ഒരു പാട്ടായിട്ട് പാടാണ്ട് നമ്മുടേതായിട്ടുള്ളൊരു അവതരണത്തിലൂടെ പോയപ്പോഴത്തേക്കും ഇതൊരു പുതുമയുണ്ടല്ലോ എന്ന് തോന്നുന്നു. ഇതാണല്ലേ ആവേരി, അല്ല ഇതാണ് ബിംബ്ലാസി എന്ന് ആളുകൾക്ക് മനസ്സിലാവും. ഇനി എനിക്ക് ചോദിക്കാനുള്ള, മോള് എപ്പോഴും വളരെ സൈലന്റാണ്, പക്ഷെ ഗംഭീര ഗായികയാണ്. മോൾക്ക് അപ്പച്ചനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ഒന്ന് പറഞ്ഞു പേഴ്സണലി? മ്യൂസിക് മുഴുവൻ എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കാറുള്ളത്, എനിക്കും വീക്ക്നെസ്സസ് കൊണ്ട് അപ്പച്ചനും ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. പക്ഷെ എപ്പോഴും ഞാൻ അഡ്മയർ ചെയ്യുന്നത് അപ്പച്ചൻ്റെ മ്യൂസിക്കാണ്. എനിക്ക് മ്യൂസിക് എന്നുള്ള അപ്പച്ചനാണ്. അപ്പോൾ ഞാനെപ്പോഴും അതിനെപ്പോഴും ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. മ്യൂസിക്കാണ് എനിക്ക് ഏറ്റവും അഡ്മയർ ചെയ്യുന്നത്. അതെ അതെ. അല്ല ഇത്ര അല്ല, പക്ഷെ ആള് പൊതുവെ ഉള്ളതിൽ വളരെ ക്യാരക്ടറിൽ വളരെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പം കൂടുതലായിട്ട് അപ്പച്ചനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഗുണം എന്താണ്? അപ്പച്ചൻ എന്ത് ചെയ്താലും അപ്പച്ചൻ്റെ ക്യാരക്ടർ എപ്പോഴും ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഇൻഫ്ലുവൻസിങ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ്റെ എല്ലാ പേഴ്സണാലിറ്റി വൈസ് അപ്പച്ചൻ എന്ത് കാര്യങ്ങൾ ചെയ്താലും, ഇപ്പം ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യണമെങ്കിലും ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആണ് അപ്പച്ചൻ. ഞങ്ങൾക്കൊന്നും എനിക്കൊന്നും അതിൻ്റെ ഒരു ഞാൻ അത്രയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എപ്പോഴും അപ്പച്ചൻ ഇപ്പോൾ കാമായിട്ടിരുന്നാലും എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് എപ്പോഴും ഒരു മോഡലാണ്. ക്യാരക്ടർ വൈസ് അപ്പച്ചൻ രണ്ടുപേരോട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ എപ്പോഴും കിട്ടാറില്ലല്ലോ. മോള് അച്ഛനെ കുറിച്ച് സംസാരിക്കാൻ സമയം കിട്ടാറില്ല. അപ്പൊ ഈ അപ്പച്ചൻ ചെയ്താൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ നമുക്ക്? തെച്ചിപ്പൂവേ, കള്ളിപ്പൂങ്കുയില്, പിന്നെ മയിലായി പറന്ന് എല്ലാം ഇഷ്ടമാണ്. പിന്നെ മറ്റേ പ്രിയം സോങ്ങിലെ കുന്നിമണി, പ്രിയം ഫിലിമിലെ കുന്നിമണിയൊക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പച്ചൻ പറ. അപ്പച്ചൻ മോൾക്ക് വേണ്ടി മോളെ മനസ്സിൽ ഡെഡിക്കേറ്റ് ചെയ്ത് ആഗ്രഹിച്ച് അങ്ങനെ ഒരു പാട്ട് ഏതെങ്കിലും ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ടോ? ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ഭക്തിഗാനം മനസ്സിൽ തോന്നിയിട്ടുണ്ട്. സ്നേഹം സ്വരൂപനാഥ. രണ്ടുപേരും പാടാവോ? രണ്ടുപേരും കൂടെ പാടിക്കും. നീ
ഭയങ്കര ഒരു ടീം സ്പിരിറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു ജനറേഷന്റെ ഒരു ചേഞ്ച് തോന്നുന്നില്ല. എല്ലാരും ഒരേ മൂഡിൽ നിൽക്കുന്നത്. ഇവർക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് എങ്ങനെയാ? ഈ ബാൻഡ് തുടങ്ങുമ്പോൾ ഇവരോട് പറഞ്ഞു കൊടുത്തേക്കുന്ന ട്രെയിനിങ് എങ്ങനെയാ? ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടാണ് വന്നേക്കണത്. അവർ എന്നെയും ട്രെയിൻ ചെയ്യണത്. ലീഡർ. പിന്നെ സമീറിന്റെ ഒരു വലിയൊരു അഡ്വൈസ് ഉണ്ട് എല്ലാ കാര്യത്തിലും. സമീർ പറഞ്ഞ പോലെ ഞാൻ സമീറോട് ചോദിക്കാറ് എന്താ കാര്യം, സമീർ എന്ത് വേണം കറക്റ്റ് അഡ്വൈസ് പറയും. പിന്നെ ഇവരെല്ലാവരും ആ കാര്യത്തിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും വളരെ ആക്റ്റീവാണ്. അഞ്ചു അതെ, അഞ്ചു എപ്പോഴും ചിലപ്പോൾ പ്രാക്ടീസിന് വരാൻ സമയം കിട്ടിയെന്ന് വരില്ല, ഒരുപാട് തിരക്കുള്ളവരാണ്. പക്ഷെ മിക്കവാറും വരും. അഞ്ചിന്റെ ഒരു സ്വന്തം ഒരു പ്രസ്ഥാനം പോലെ തന്നെയാണ് അഞ്ചു. എത്ര പാട്ടുകൾ അതിനു വേണ്ടി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന മൊത്തത്തിൽ? ഞങ്ങൾ 10-20 പാട്ട് ചെയ്തു. പക്ഷെ 15 പാട്ട് നമ്മൾ അന്ന് അവതരിപ്പിച്ചുള്ളത്. ഇനിയും കൂടി കുറച്ച് ജനപ്രിയമായിട്ടുള്ള കുറച്ച് പാട്ടുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഓപ്പൺ എയർ പ്രോഗ്രാം എടുത്ത് പല ടൈപ്പ് ആൾക്കാർ വരും. എല്ലാരും തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം. അപ്പൊ ജനകീയമായിട്ടുള്ള പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. പ്രോഗ്രാമിൽ തന്നെ ഒത്തിരി പ്രോഗ്രാം പല വെറൈറ്റികൾ വരുന്നുണ്ട്. ഇതിനെയൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു രഹസ്യ ഫോർമുല ഉണ്ടാവും. അത് മനസ്സിൽ കണ്ടിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അതെന്തായിരിക്കും പറഞ്ഞു കൊടുക്കാം. അത് രഹസ്യമുള്ള അടുത്ത ആൾക്കാർ അടിച്ചു മാറ്റും. നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ചേഞ്ചസ് ഓരോരുത്തരുടെ. അപ്പൊ അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കരുതി അവര് ചെയ്യണ എല്ലാം നമ്മൾ ചെയ്യണമെന്നാണ് നടക്കണത്. നമ്മൾക്ക് ഒരു ഐഡിയോളജി ഉണ്ട്. എത്ര മണിക്കൂറാണ് ഷോ വരുന്നത്? 2 മണിക്കൂറും നോർമലി. അതൊരു 10-15 മിനിറ്റ് കൂടിയെന്ന് കരുതി അല്ലെങ്കിൽ കുറഞ്ഞു പോയാലും അതൊരു ഇതിലാണ് പോയിക്കോളും. സത്യത്തില് ലക്ഷ്മി എന്റെ അടുത്ത് വന്ന എന്റെ ഒരു ഭാഗ്യമാണ്. അതെ, അതായത് എനിക്ക് ഒരുപാട് ഹിന്ദിയൊക്കെ പഠിക്കാം. ഹിന്ദിയിലാണ് വളർന്നത്. പിന്നെ കൂടാണ്ട് കൃത്യമായിട്ട് പാടുന്ന ഒരാളാണ്. നമ്മളെന്തൊരു പാട്ട് കമ്പോസ് ചെയ്തല്ല പാടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ സംതൃപ്തിയോടെ നമുക്ക് തിരിച്ച് കിട്ടും. പിന്നെ കൂടാണ്ട് എൻ്റെ എത്ര നേരം വേണമെങ്കിൽ ഇരുന്നോളും. അതിനുള്ള പാഷൻ ഉണ്ട് പഠിക്കണം എന്നുള്ള. ചില ആൾക്കാരുണ്ട് നന്നായിട്ട് പാടുന്നവരായിരിക്കും, പക്ഷെ ക്ലാസിക്കൽ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു മടിയായിരിക്കും. അല്ലാതെ തന്നെ പാടണ്ടല്ലോ, പിന്നെ കഷ്ടപ്പെടണം എന്നുള്ളത് തോന്നും. ഇതല്ല, അങ്ങനെ വളരെ അപൂർവം പേരിൽ ഒരാളാണ്. എന്ത് പറയുന്നു? സാറിന്റെ അടുത്ത് വന്ന് പഠിക്കാൻ ഇവിടെ അടുത്ത് വീടെടുത്ത് താമസിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്നതാണ്. അതൊരു വലിയൊരു സംഭവമാണ് ശരിക്കും. പിന്നെ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, പേടിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്ന് ആ ആദ്യത്തെ 1 മണിക്കൂർ സാറിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രയും ഡൗൺ ടു എർത്ത്, ഇത്രയും സിമ്പിൾ ആയിട്ട് ഒരു ലൈക്ക് ഇത്രയും നോളജബിൾ, ഇത്രയും എന്താ പറയുക പഠിച്ച ഒരു ആളാണ് സാറ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സാർ അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും സാറ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പറഞ്ഞു തരും നമുക്ക്. അപ്പോൾ ഒരിക്കലും ഞാൻ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു ഒന്നുമില്ല. സാറിന് അറിയാവുന്നത് എല്ലാം പറയും, A to Z പറഞ്ഞു തരും. അപ്പോൾ അതൊരു നല്ലൊരു എന്റെ ഗുരുക്കന്മാർ അങ്ങനെ എന്നോട് ചെയ്തിരിക്കുന്നത്, ഞാനത് ചെയ്യണ്ടേ? അല്ല, അത് ശരിക്കും വലിയൊരു സീരിയസ് ആളാന്ന് പറയേണ്ട കാര്യമില്ല. പണ്ടത്തെ കാട്ടിലെ കണ്ണനൊക്കെ നമുക്കിപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ, കാട്ടിലെ കണ്ണൻ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറയാം. പിന്നെ കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന സംഗതി. അല്ല, ഒരു ദിവസം ഞങ്ങൾ നല്ല ഫുൾ സ്വിങ്ങില് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോതമംഗലത്ത് നിന്ന് 2 പേര് വന്നു. പ്രൊഡ്യൂസർ ബിജു സുരമ്യ, അവിടുത്തെ ഒരു ബിസിനസ് മാനാണ്. പിന്നെ ജയദീപ് ഡയറക്ടർ. എന്നിട്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു തന്നു. അപ്പൊ തന്നെ ഞങ്ങൾ ഇട്ട് കൊടുത്ത്. അതിന് നമ്മുടെ തൊട്ടടുത്താണ് നമ്മുടെ RK ദാമോദരൻ, പള്ളിയുടെ അപ്പുറത്താണ്. അയാൾ അതിനെ കറക്റ്റായിട്ട് എഴുതുന്നത്. കണ്ണിലുണ്ണിയാണേ അതിന് ആരും പാടണം എന്നുള്ളതിന് ഒരു സംശയമില്ലായിരുന്നു. ചേട്ടൻ്റെ പോകാൻ നല്ല കറക്റ്റ് ടൈമാണ് ആ സമയത്ത്. സുബിൻ ഇഗ്നേഷ്യസ് പാടിയ അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. മാത്രമല്ല അത് ഹിന്ദിയിൽ ആരാ എഴുതിയെന്ന് ഞാൻ ഓർക്കണില്ല. അതും ഹിന്ദിയും തന്നെ പാടി നാഷണൽ ലെവലിൽ നാഷണൽ ദൂരദർശനിലും വന്നു. ഇപ്പോഴും ആൾക്കാർ അതിനെപ്പറ്റി ഇന്റർവ്യൂലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ബാൻഡ് ഗ്ലോബൽ ഗ്രൂസിന്റെ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കാതെ പോയത്, അപ്പൊ അതിനകത്ത് പേരിലൊരു ഗ്ലോബൽ ടച്ച് ഉണ്ട്. ഗ്ലോബൽ എന്നുള്ളൊരു സംഗതി എന്റെ ഒരു ആഗ്രഹമായിരുന്നു, ഇവരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. പേരിട്ടത് പക്ഷെ ബേണീസ് എന്നുള്ള പേരിലായിരുന്നു ഗ്ലോബൽ ഗ്രൂസ്. അത് മതി എനിക്ക് വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ അതിന്റെ ഒരു ചെറിയ പ്രൊമോ ഒക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പല ആൾക്കാരും പറഞ്ഞ്, ഇവിടുത്തെ റെക്കോർഡിസ്റ്റും പറഞ്ഞിട്ട് വേറെ ആരൊക്കെ പറഞ്ഞ് ഇത് UK-ലുണ്ട്, ഡൽഹിയിലുണ്ട്, അപ്പൊ അത് പ്രശ്നമാവും. പിന്നെ ഇന്ന് ഗ്ലോബൽ ഗ്രൂസ് കൊച്ചി എന്നുള്ളത് കൊച്ചി. അപ്പൊ പിന്നെയാണ് സമീർ പറഞ്ഞത് അതെ പഴയ ഗാനോള ട്രൂപ്പിന്റെ പേരായി പോകും, എല്ലാത്തിനും ഒരു കൊച്ചിൻ ചരിത്രം, കൊച്ചിൻ കലാഭവൻ, അതൊന്നും വേണ്ട, ബേണീസ് മതി. ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ തന്നെ വലിയൊരാളായ പോലെ ആയി പോയില്ലേ? അതാവശ്യമില്ല, അത് നമുക്ക് ശരിയാക്കണം.
അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. എത്ര പാട്ട് പാടുന്നുണ്ട് ഇതിൽ ബേണിച്ചേട്ടൻ തന്നെ ബാൻഡിൽ? ഞാനൊരു 2-3 പാട്ടുണ്ട്. എല്ലാം ഒത്തിരി ഭയങ്കര ഇത്തിരി കടുകട്ടി പാട്ടുള്ള അന്ന് പാടിയത് മധുബനുമേരാധിക തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാം ഇത് എവിടെ പോയി നിൽക്കും അറിയാൻ പാടാവോ. പിന്നെ ലാഗാചുനരി അതും കടുകട്ടിയാണ്. പിന്നെ ഈ അതെനിക്ക് കിട്ടില്ല, ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ മാനസങ്ങളല്ല താമസമന്റെ തെച്ചിപ്പൂവെ ഇങ്ങനെയുള്ള സബ് പാട്ടുകൾ ചെയിൻ സോങ്സിന്റെ കൂട്ടത്തിൽ അങ്ങനെ പിന്നെ സപ്പോർട്ടിങ് എന്തൊക്കെ ഉണ്ട് അതെല്ലാം ഉണ്ട്. ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടിന്റെ ഒരു കുറച്ച് പോർഷനോട് തീർത്തിട്ട് നമുക്ക് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. മേണിച്ചേട്ടന്റെ ഇഷ്ടത്തിലുള്ള ഒരു പാട്ട്. അന്ന് ഞങ്ങളുടെ ബേണി ഗണേഷസ് പാട്ടുകളിലെ ഒരേ താളത്തിലുള്ള 6/8 താളത്തിലുള്ള ഒരു പാട്ടിന്റെ കുറച്ച് 4 പാട്ടിന്റെ മെലഡി. ഓക്കെ. ശ്രീലകം വാഴുന്ന ദേവി മന്ത്രമുണർത്തുന്ന ദേവി തപസിരിക്കും സ്നേഹമനസ്സുകൾക്കാശ്വാസമേവി ഒഴുകുന്ന ദീപങ്ങൾ ഒഴുകൈ നാളങ്ങൾ അത് കണ്ട് കൈനീട്ടി തിരുവരമേലാനായ അലങ്കരിച്ചൊരു പുരോണിയെത്തി. കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും പുഴയിലെ പൊന്നോളങ്ങളിൽ അവളൊരു മഞ്ഞൾ. ഓ ഓ മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറങ്ങേ വന്നാൽ വേണം കല്യാണം. നാണം കൊണ്ടും നിറമാറിൽ ചെല്ലം ചെല്ലം കാണും. ചാന്തണി ചിങ്കാരി ചിട്ടി വളക്കിന്നാരി നീ എന്നെ എങ്ങനെ സ്വന്തമാക്കി. ആമലക്കോലോത്തെ പ്രേമരെ കണ്ടപ്പോൾ പന്തമെന്നും കാതിൽ ചൊല്ലിത്തന്നേ. കൊഞ്ചരി പെണ്ണേ മറുമാൻ കണ്ണേ മാമൻ വീട്ടും മായാവീണേ. അടുത്ത പെണ്ണേ നിന്നെ കാണാൻ വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടാഴ്ച മഞ്ഞേടി. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നിലച്ചിരിപ്പുണ്ടേ. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നിലച്ചിരിപ്പുണ്ടേ. കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടാഴ്ച മഞ്ഞേടി. ആഴ്വാം കോവിൽ കൊടിയേറാറ നിറച്ചോളം കൊയ്യാൻ നേരമായി. തഴമ്പൂവൊട്ടുണ്ടേ തഞ്ചാവൂർ പട്ടുണ്ടേ എന്നും ആലോലം പൂമയിൽ ചാർത്താൻ. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാമേ
പാറങ്കടി വായോ വായോ നീയും പാറിച്ചായോ ഞങ്ങൾ കൂട്ടായി തരാം നിന്റെ മാലന കൂടെ വരാം അതായത് തേന്മാൻകൊമ്പത്ത് പുറത്തിറങ്ങിയിട്ട് 32 വർഷം പൂർത്തിയാകുന്ന സമയമാണ്. അതിൻ്റെ സംഗീത സംവിധായകൻ പുതിയ തലമുറയ്ക്കൊപ്പം ഇത്ര എനർജറ്റിക് ആയിട്ട് പാടുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പാട്ടുകാരൻ ഇപ്പോഴാണ് പുറത്തു വന്നതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇത് വളരെ അതിഗംഭീരമായ ഒരു അനുഭവമാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ബേണീസ് ഗ്ലോബൽ ഗ്രൂവ്സ് എന്ന പുതിയ ബാൻഡ് വളരെയേറെ ശ്രദ്ധിക്കപ്പെടട്ടെ, ഒരുപാട് സ്റ്റേജുകൾ കീഴടക്കുവാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ലൈഫ് സ്റ്റോറീസ് വിത്ത് ടോണിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച പുതിയൊരു ജീവിത സ്പന്ദനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടേ, ഞങ്ങൾ ബാൻഡ് ഫോം ചെയ്തത് കഴിഞ്ഞ മാസമാണ്. അതെ, ഇത്ര ഒരു എക്സ്ക്ലൂസീവായിട്ടൊരു ഇൻ്റർവ്യൂ തന്നത് ലൈഫ് സ്റ്റോറീസ് ഓഫ് ടോണിയാണ്. അതിന് ടോണിയോടും ടോണിയുടെ എല്ലാവരോടും ഒരുപാട് നന്ദി. എനിക്കും എൻ്റെ ബാൻഡിലുള്ള എല്ലാവർക്കും സന്തോഷം. ഇത് ടോണി പറഞ്ഞ പോലെ ഒരുപാട് ഉയരങ്ങളിലെത്താൻ ഈ പൊന്നായ വാക്ക് ഉപകരിക്കട്ടെ, എല്ലാം സംഭവിക്കട്ടെ. ഇതൊരു പുതിയ തുടക്കമാണ്. ശരിക്കും ഇങ്ങനെ ഈ ഒരു ജനറേഷൻ്റെ അകൽച്ചയില്ലാതെ ഇത്രയും ചേർമയോ ഒരു ഒത്തൊരുമയോട് കൂടി ചെയ്യാന്ന് പറയുന്നതാണ് ഇതിന് മെറിറ്റ്. അത് എന്തായാലും ശ്രദ്ധിക്കപ്പെടും. പിന്നെ ചേട്ടൻ്റെ പാട്ടുകൾ കേൾക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ചേട്ടൻ തന്നെ പാടുന്ന കേൾക്കുമ്പോൾ അതിനൊരു വേറൊരു മൂഡാണല്ലോ. അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. എല്ലാവരും സഹകരിക്കണം മാത്രം. തീർച്ചയായിട്ടും എല്ലാം നന്നായിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഷോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.